ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സിംപ്ലി ഫാമിലി. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പനീർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പെരിഞ്ജീരകം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേണം കേട്ടോ, മല്ലിച്ചപ്പ്, പുതിന ആൻഡ് നാരങ്ങാനീര്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും പെരിഞ്ജീരകവും ഇടുക. പിന്നെ നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇതിന് അരഞ്ഞ് കിട്ടാൻ കുറച്ച് പാടാണേ. അതിനുശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയും പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയെ നമ്മൾ എടുക്കുന്നുള്ളൂ, അതിൻ്റെ നീര് മാത്രം മതി കേട്ടോ. അപ്പോൾ ആ നാരങ്ങ നീരും കൂടി അതിലേക്കൊന്ന് പിഴിഞ്ഞ് കൊടുക്കണേ. അതിന് ശേഷം നമുക്കതിലേക്ക് പിന്നീട് ആവശ്യമായിട്ടുള്ളത് പാകത്തിന് മഞ്ഞൾപ്പൊടി ഇടുക, പാകത്തിന് മുളക് പൊടി ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇടുക കേട്ടോ. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണേ. നല്ല രീതിയിൽ അരയ്ക്കുന്ന ടൈം കൊണ്ട് നമുക്കിവിടെ പനീറൊന്ന് വാഷ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അരച്ച മിക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പനീറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രം കൊണ്ട് അടച്ചു വയ്ക്കാം. ഇനി ഒരു വാഴയില വാട്ടിയ ശേഷം അതിലേക്ക് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത പനീർ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ച ഉള്ളി ഒന്ന് വെച്ച് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി അതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ടൈ ചെയ്ത് കൊടുക്കുക വാഴേൻ്റെ ഇല. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ വാഴേൻ്റെ ആ ഒരു നാര് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ നൂലൊക്കെ എടുത്തിട്ട് ടൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നല്ല രീതിയിലൊന്ന് ടൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് ഇതൊന്ന് പൊതിയാം കേട്ടോ. അലൂമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വാഴേൻ്റെ ഇലയായാലും മതി. ഞാൻ ഉള്ളതുകൊണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് പൊതിയുന്നുള്ളൂ. ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മളെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓയിലും ചേർക്കാതെ ഉണ്ടാക്കിയ നമ്മളെ പനീർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു മസാലേൻ്റെ ഫ്ലേവറും വാഴേൻ്റെ ഇലേൻ്റെ ഒരു ഫ്ലേവറൊക്കെ കൂടി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.